രേവതിക്കുട്ടിയൊക്കെ വന്നിട്ട് പോയതിന് ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അലീനെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസമ്മയും അതുപോലെ തന്നെ അലി രേവതിക്കുട്ടിയും കൂടി വരുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെ പോയതിനു ശേഷം അവിടെ എത്തിയെന്ന് പറയാനായിട്ട് രേവതിക്കുട്ടി അലീനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ അലീന ഫോൺ എടുക്കാണ്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, എങ്കിലും അവരെന്തൊരു സാധന, എന്തൊരു ബഹള അവര്. ഇവിടെ എന്തു പറഞ്ഞാലും ഗ്രേസമ്മ മാമച്ചനൊക്കെ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ചേച്ചിയുടെ സ്വന്തം അമ്മയായിട്ട് പോലും അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നേ. അതിന് അവർക്കറിയില്ലല്ലോ മോളെ. അവർ ഓർക്കുമ്പോൾ ഞാൻ അവരുടെ ഭർത്താവിന് പണ്ടുണ്ടായ അവഹേയത്തിലുള്ള ഒരു മോളല്ലേ. അപ്പം പിന്നെ അവർ അങ്ങനെയല്ലേ പെരുമാറുള്ളൂ എന്ന് ചോദിക്കാണ്. എങ്കിലും ചേച്ചി ഇത് കുറച്ച് കടന്നുപോയി. എന്തൊക്കെ അവർ കാണിച്ചു കൂട്ടി അവിടെ കിടന്നുകൊണ്ട്. ഞങ്ങളെയൊക്കെ അപമാനിക്കാനല്ലായിരുന്നു അവർ ശ്രമിച്ചത്. പിന്നെ ബാലനങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് അത്രയൊക്കെ പ്രശ്നം ഒഴിവായത്. ഇവിടെ ആര് വന്നാലും അവർ അങ്ങനെയൊക്കെ തന്നെയാ. ആ മുറിക്കകത്ത് തന്നെ സന്യാസിരിക്കുന്നത് പോലെയാ അവരിയ്ക്കുന്നത്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. കുറേയൊക്കെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതാ. ഞാനിവിടുന്ന് പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ചേച്ചി എങ്ങോട്ട് പോവാനാ? അങ്ങനെയൊന്നും പറയല്ലേ. എന്നെ ഇട്ടിട്ട് ചേച്ചി എങ്ങോട്ടും പോയേക്കല്ലേ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവിടുന്ന് പോവേണ്ടി വരും. ഞാനിവിടുന്ന് പോയാൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഞാനിവിടുന്ന് ഇറങ്ങണ്ടേ മോളെ എന്ന് ചോദിക്കാണ്. എങ്കിൽ ചേച്ചി ഇങ്ങോട്ട് പോരെ. ഇവിടെ മാമച്ചനങ്ങളും ഗ്രേസമ്മേനിക്കും ഒരു കുഴപ്പമില്ല. ചേച്ചിയെ പൊന്നുപോലെ നോക്കിക്കോളും എന്ന് പറയാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയൊന്നും ആരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ സ്വന്തം വീടാണല്ലോന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കില്ലായിരുന്നു, നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് കട്ടാക്കാണ്. അങ്ങനെ അടുക്കളയിൽ കയറി അലീന പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോൾ വന്നിട്ട് പറയാണ്, രേവതി ചേച്ചി നല്ല ക്യൂട്ടാ അല്ലേ. എന്ത് രസമാണ് കാണാനായിട്ട്. സംസാരമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അവർ ചേച്ചീനെ പൊന്നുപോലെ നോക്കുന്നതല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ഇത് കേട്ടുകൊണ്ട് രോഹിയും കയറി വരുന്നുണ്ട്. അതെ, ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനും ഒക്കെ നന്ന പൊന്നു പോലെയാ അവളെ നോക്കുന്നേ. അവളെ കോളേജ് വിട്ടിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അവൾക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവളെ ഒറ്റയ്ക്കല്ല എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്. ആൻറ്റിങ്ങളുടെ കൂടെ കൂടിയാ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അങ്കിളിനും ആൻറ്റിക്കും സുഖമില്ലാത്തവരാ. അവർ എല്ലാ കാര്യം ഇവളെ തന്നെ നോക്കും. അവളായിപ്പോൾ ആ വീട്ടിലെ രാജകുമാരി എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആ ചേച്ചിക്ക് കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യമല്ലേ. എല്ലാവർക്കും അതുപോലെ കിട്ടിയാൽ മതിയായിരുന്നു. അലീന പറയാണ്, ഞങ്ങളുടെ ആശ്രമത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്, അനാഥരായിട്ടുള്ളവർ. ഞങ്ങളുടെ ചിന്നുമോളുടെ കാര്യം തന്നെ നിനക്കറിയാലോ. അവളുടെ അമ്മയച്ഛനും ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അതും വലിയ സന്തോഷമായിരിക്കില്ലേ. പക്ഷേ വേണ്ടാതെ കൊണ്ട് ഉപേക്ഷിച്ചതായിരിക്കില്ലേ ചേച്ചി. പറയാനൊക്കില്ലല്ലോ. മോക്കറിയാലോ അമ്മയുടെ കാര്യങ്ങളെല്ലാം. എങ്ങനെ ഉപേക്ഷിച്ചെന്നൊക്കെ ഏത് രീതിക്കാണ് അങ്ങനെ ഉണ്ടായെന്നൊക്കെ മോക്കറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് രോഹി ഓർക്കാണ്, ഇത് ആരുടെ കാര്യം ഇവർ പറയുന്നേ. അമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ഓർക്കുന്നുണ്ട്. അല്ല, ഈ രേവതി ചേച്ചിയുടെ പ്ലാൻ എന്താ? ഇനി എന്തൊക്കെ പഠിക്കാനാ? അതൊന്നും അറിയില്ല മോളെ. പഠിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അവൾ സെക്കൻഡ് ഇയറിലേ ആയുള്ളൂ. ഇനിയിപ്പം നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിക്കണം. അതിനുശേഷം വേണം അവളുടെ കരിയറിനെ കുറിച്ച് തീരുമാനിക്കാൻ. പിന്നെ ആ കാണുന്ന സ്വത്തിനെല്ലാം പാതി അവകാശി അവളാ. അത് മാത്രം മതിയല്ലോ. അത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞില്ലേ അവളുടെ അച്ഛനെ കാണാൻ പോയിരുന്നു എന്ന്. അതിൻ്റെ ഒരു വിഹിതവും ഇവക്ക് കൊടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവരെ മാമച്ചനങ്ങളും ഗ്രേസമ്മയാൻ്റെയും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ എന്ന് പറയാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയാണ്, രോഹിയേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ രേവതി ചേച്ചി നല്ല മാച്ചാ. ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ തന്നെ കണ്ണുവിടുമെന്ന് തോന്നിപ്പോയി. അവർ രണ്ടുപേരും നല്ല ചേർച്ചയല്ലേ ചേച്ചി. രണ്ടുപേരും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഒന്ന് വായടിച്ച് മിണ്ടായിരിക്കടി. ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അവരങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അവർക്കും ഒരു സഹോദരിയെ പോലെ ആയിരിക്കും കാണുന്നത് എന്ന് പറയാണ്. ഓ, രണ്ടുപേരെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രോഹിത് ഇടയ്ക്കിടയ്ക്കിട്ട് ഏറുകനിട്ട് രേവതി ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. രേവതി ചേച്ചി അതുപോലെ തന്നെയാ ഏറുകനിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കിടയിൽ എന്തോ ഒരു സ്പാർക്കുള്ളത് പോലെ എനിക്ക് തോന്നി. നീ ഒന്നും മിണ്ടാതിരുന്നേ. അവരുടെ മനസ്സിൽ ഇല്ലാത്തൊന്നും കുത്തി കയറണ്ടാട്ടോ. അവർ പഠിക്കുന്ന പിള്ളേരല്ലേ. നമ്മൾ ആവശ്യമില്ലാത്തൊന്നും പറയേണ്ട കാര്യമില്ല. രോഹിയാണെങ്കിലോ ഇപ്പോൾ വലിയൊരു തെറ്റിന്ന് പുതിയൊരു മനുഷ്യനായിട്ട് ഉയർന്നു വന്നിരിക്കാം.
അവൻ എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു കര പറ്റട്ടെ, രേവതിക്കുട്ടിയും അതുപോലെ തന്നെയാ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ രോഹിക്കും മനസ്സിനകത്ത് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൻ മുറിയിലേക്ക് പോയിട്ട് കഥ കടയ്ക്കാണ്. അതിനുശേഷം ആലോചിച്ച് നോക്കുന്നുണ്ട്. കൃഷ്ണ പറഞ്ഞത് ശരിയാ, രോഹിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രേവതിക്കുട്ടി ഏറുന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവനും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാണേ. എന്നിട്ട് നല്ല മാച്ചാണെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. രേവതിക്കുട്ടി വന്ന് കയറിയപ്പോൾ തന്നെ അവളുടെ ഒരു പ്രസൻസും അവളുടെ സൗന്ദര്യവും എല്ലാം തന്നെ നമ്മുടെ രോഹിനെ ഒരുപാട് ആകർഷിച്ചിരുന്നു. പക്ഷെ രോഹിക്ക് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം താനിപ്പോൾ പീഡന കേസിൽപ്പെട്ട ഒരു പ്രതിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ നാണക്കേട് തോന്നിയിരുന്നു. അത് മാത്രമല്ല, പണ്ട് സ്വന്തം ചേച്ചിയായ അലീനയോട് പോലും അവൻ മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടില്ലേ? ആ കാര്യം രേവതിക്കുട്ടിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊന്നും നടക്കാൻ പോണില്ല. രേവതിക്കുട്ടിക്ക് തന്നോടുള്ള ഇമേജ് തന്നെ വേറെയാ. ഒരു റേപ്പിസ്റ്റ്, അതാണ് അവളുടെ മനസ്സിൽ തന്നോടുള്ള ഒരു ഇമേജ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ അവിടെ വേണ്ടായെന്ന് ഇവനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടേ. എങ്കിലും രേവതിക്കുട്ടിയോട് ഒരു ചെറിയൊരു അട്രാക്ഷനൊക്കെ, ഒരു ഇൻഫാക്ച്വേഷനൊക്കെ നമ്മുടെ രോഹിക്ക് തോന്നി തുടങ്ങാണ്. അത് മറ്റൊന്നുമല്ല, നല്ല പരിശുദ്ധമായ സ്നേഹം തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാണ്. അലീന ഈ സമയത്ത് രേവതിക്കുട്ടിയെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ന് ശരി മോളെ, അച്ഛൻ വന്നു തോന്നുന്നു, ഞാൻ പോയിട്ട് ഡോറ് തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോണും വെച്ചതിന് ശേഷം അലീന നേരെ ഡോറ് തുറക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഡോറ് തുറക്കുമ്പോൾ ബാലേന്ദ്രൻ വരുന്നുണ്ട്. ആഹാ, എല്ലാവരും എവിടെ മോളെ എന്ന് ചോദിക്കാണ്. കൃഷ്ണമോള് ഇപ്പൊ കുളിക്കാൻ കയറി. ഭവതിയാണെങ്കിലോ അവിടുന്ന് പഠിക്കുന്നുണ്ട്. രോഹിയും പഠിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവിടെ വേറൊരു രാക്ഷസി ഉണ്ടല്ലോ, അവരോ എന്ന് ചോദിക്കുമ്പം അച്ഛാ അങ്ങനൊന്നും പറയല്ലേ, ഇങ്ങോട്ട് കണ്ടിട്ടില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കണ്ടതാ, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൂടിയില്ല എന്ന് പറയാണ്. അല്ല, ഇവിടുത്തെ ഫുഡ് തന്നെയാണോ കഴിച്ചത്? ആ, ഭവതി എന്തൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കണ്ടു, അതൊക്കെ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവളുടെ സമരം ഇതുവരെ അവസാനിപ്പിക്കാറായില്ലേ? എനിക്കൊന്നും അറിയില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചായ എടുക്കാവേ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അങ്ങനെ ബാലിനുണ്ടെന്ന് ചായ കൊടുക്കാണ്. ശരി മോളെ, ഞാനൊന്ന് ഫ്രഷായിട്ട് കുറച്ചിരുന്ന് കിടക്കട്ടെ, അത്താഴം ആകുമ്പോഴേക്കും വിളിച്ചാൽ മതി, ഇറങ്ങി വരാം എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ എന്ന് പറയാണേ. അങ്ങനെ രോഹിത്താണെങ്കിൽ താഴേക്ക് വന്ന് ചായ എടുത്ത് കുടിക്കാണ്. അവരെവിടെയും ചോദിക്കുമ്പം എല്ലാവരും ഒരു മുറിയിലുണ്ട് എന്ന് പറയാണ്. എന്നാൽ ശരി രോഹിത്തെ, കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചാൽ മതി, ഞാനൊന്ന് കുളിക്കാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കുളിക്കാനായിട്ട് കയറുന്നുണ്ട്. ഈ സമയം രോഹിയോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് രേവതിക്കുട്ടിയുടെ കോൾ വരുന്നത് കേട്ടോ. അയാളുടെ ഫോണിലേക്ക് ബാത്റൂമിൽ നിന്നുകൊണ്ട് രോഹിത്തെ ആ ഫോണൊന്ന് എടുക്കുമോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ടേബിളിലിരുന്ന അവളുടെ ഫോൺ നോക്കുമ്പം രേവതിക്കുട്ടി എന്ന് എഴുതിയിരിക്കുകയാണ്. ചേച്ചി, ഇത് രേവതിക്കുട്ടിയാണ് എന്ന് പറയുമ്പം ഒന്ന് അറ്റൻഡ് ചെയ്യുമോ, ഞാൻ കുളിക്കുകയാണെന്ന് ഒന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ്. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ അലിന ചേച്ചി എന്ന് വിളിക്കുമ്പം ആ ശബ്ദം രോഹിത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ചേച്ചി എന്ന് വിളിക്കുമ്പം അത് പിന്നെ അലിന ചേച്ചി കുളിക്കുക, ഞാൻ രോഹിത്താണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ അലിന ചേച്ചിയാണെന്നാണ് കരുതിയത്, സാരമില്ല, ചേച്ചി ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി പറയാം എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ടേ. അങ്ങനെ രോഹിക്ക് ആ ശബ്ദവും കൂടി കേട്ടപ്പോൾ വല്ലാതെ മനസ്സിന് ഒരു ഇറിറ്റേഷൻ ആവുന്നുണ്ട്. രേവതിക്കുട്ടിക്കും അങ്ങനെ തന്നെ. രോഹിയുടെ ശബ്ദം കേൾക്കുമ്പം അവൾക്ക് മനസ്സിൽ വല്ലാണ്ടൊരു സ്പാർക്ക് ആവുന്നുണ്ട്. തിരികെ വന്ന് രോഹിത്ത് ചായ കുടിക്കുകയാണ്. ശേഷം ഗ്ലാസ് എല്ലാം കഴുകി വെച്ചിട്ട് അവൾ മോൾട്ടിലേക്ക് കയറി പോവാണ്. ഈ സമയം അലീന കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടിയോട് സംസാരിക്കുകയാണ് കേട്ടോ. സംസാരിച്ച് കുറേ നേരം വൈദ്യര കാര്യങ്ങളും എല്ലാം സംസാരിക്കുകയാണ്. ചേച്ചിയുടെ അച്ഛൻ ആരാണെന്ന് നമുക്കൊന്ന് തപ്പിയാലോ എന്ന് പറയുമ്പം മുത്തശ്ശിയോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, അതുപോലെ ഗംഗനങ്ങളിലും കാര്യങ്ങളെല്ലാം അറിയാം, കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻലി ജോസഫ് ആണെന്ന് അറിഞ്ഞല്ലോ, പക്ഷെ അദ്ദേഹം ഇപ്പം എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. എന്തിനാ മോളെ, അമ്മയെ കണ്ടുപിടിച്ചും കൂടെ വന്നപ്പോൾ തന്നെ ഇവരുണ്ടായ പ്രശ്നങ്ങളെല്ലാം മോൾക്കറിയാലോ, ഇനിയിപ്പോൾ അച്ഛനെ കൂടെ കണ്ടെത്തിയിട്ട് വേണോ ബാക്കി പ്രശ്നങ്ങൾ? ചേച്ചി അതല്ല,
ചേച്ചിക്ക് മാറി താമസിക്കണമെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അച്ഛൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ചേച്ചിക്ക് സ്വാതന്ത്ര്യമായിട്ട് കയറി ചെല്ലാമല്ലോ. അതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല. അച്ഛനും ഇപ്പോൾ ചിലപ്പോൾ വേറെ മക്കളും ഭാര്യയും എല്ലാം ഉണ്ടാകില്ലേ? അവിടെ ചെല്ലുമ്പോൾ ഇതിനപ്പുറം ആയിരിക്കില്ല അവസ്ഥ. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. എന്നാ ശരിയേ, ഞാനേ അടുക്കളയിലേക്ക് പോവാ. ഡിന്നറിനുള്ളതെല്ലാം റെഡിയാക്കട്ടെ. അച്ഛനും വന്നു. എന്നാൽ ശരി, ഞാനേ എൻ്റെ മനസ്സിൽ തന്ന ഐഡിയാസ് എല്ലാം ഞാൻ വോയിസ് ആയിട്ട് ഇടാം. ചേച്ചി അത് പിന്നെ കേട്ടാൽ മതി, സൗകര്യം പോലെ കേട്ടാൽ മതി. കേട്ടിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ എന്ന് പറയാണ്. ശരി ശരി ആയിക്കോട്ടെ മാഡം എന്നും പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കാണ്. അങ്ങനെ അലീന നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ചപ്പാത്തിയും കറികളും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുളി കഴിഞ്ഞിട്ട് കൃഷ്ണയും വരുന്നുണ്ട്, ബബിതയും വരുന്നുണ്ട്. എന്താ ചേച്ചി കറി എന്ന് ചോദിക്കുമ്പം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കറിയാക്കാന്ന് വെച്ചു. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുക. കൃഷ്ണ പറയുന്നുണ്ട്, അന്നേ ഞാനോട് സഹായിക്കാം. അങ്ങനെ കൃഷ്ണയും ബബിതയും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന കറി റെഡിയാക്കാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അലീനയുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരികയായിരിക്കും രോഹിത്. അപ്പോൾ അലീനയുടെ ഫോണ് ടേബിളിലിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു വോയിസ് മെസ്സേജ് നമ്മുടെ രോഹി കാണുന്നുണ്ട്. ഇനി പക്ഷേ എന്നെക്കുറിച്ചായിരിക്കോ? എന്തായിരിക്കും വോയിസ് മെസ്സേജ്? അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് രോഹിത്. അത് തുറന്ന് നോക്കണോ? അത് മോശമല്ലേ? അവരുടെ ഇടയിലുള്ള സംസാരങ്ങൾ നമ്മളെ കേൾക്കുന്നത് അതെന്തൊക്കെ പറഞ്ഞാലും മോശാ. ഓ വേണ്ട എന്നും പറഞ്ഞ് ഫോൺ വെക്കാണ്. വീണ്ടും മെസ്സേജ് വന്നത് കണ്ടിട്ട് രോഹിക്ക് ഒരു സമാധാനമില്ല. എന്തായിരിക്കും രേവതിക്കുട്ടി പറഞ്ഞത് എന്നാലോചിക്കാണ്. അപ്പോഴാണ് അവൻ ഓർക്കുന്നത്, അലീന മുമ്പേ കൃഷ്ണയോട് പറഞ്ഞിരുന്നല്ലോ, അവർ തമ്മിൽ നല്ല മാച്ചാണ്. രണ്ടുപേർക്കും നല്ലൊരു ഷേപ്പുണ്ട്. രണ്ടുപേരോട് ഒരുമിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ കൃഷ്ണ പറഞ്ഞ കാര്യം അവൻ ഓർക്കാണ്. ഇനി ആ കാര്യം കാണും അലീന ചേച്ചി രേവതിക്കുട്ടി പറഞ്ഞ് കാണൂ. രേവതിക്കുട്ടി അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ് കാണുമോ? ഇവിടെ വന്നിട്ട് പോയതിനു ശേഷം ഇനി ഞാൻ മോശക്കാരനാണെന്നോ അതോ റേപ്പിസ്റ്റ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ കാണുമോ എന്നൊക്കെ ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാണ്. രോഹി നോക്കുമ്പം അലീന അടുക്കളയിൽ തകൃതിയായിട്ട് ജോലിയാണ്. ബബിതയും കൃഷ്ണമോളും ജോലി ചെയ്യുന്നുണ്ട്. അച്ഛനാണെങ്കിലോ മോള് ഫ്രഷൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് പറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഫോൺ ലോക്കടിക്കാണ്. എന്നിട്ട് രേവതിക്കുട്ടിയുടെ മെസ്സേജ് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അലീനോട് പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി എങ്ങനെയെങ്കിലും വൈജ മേഡത്തിനെ ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ? ചേച്ചി വേണ്ട, വേറെ ആരെ കൊണ്ടെങ്കിലും നോക്കിച്ച് ഈ ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു മെസ്സേജ്. ചേച്ചി അതല്ലെങ്കിൽ ഞാൻ വേറെ ഐഡിയ പറയാം. ഈ വൈജ മേഡത്തിൻ്റെ, അതായത് ചേച്ചിയുടെ അമ്മയുടെ മുറിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പണ്ടത്തെ വൈജ മേഡത്തിൻ്റെ ആ കാമുകനുണ്ടല്ലോ സ്റ്റാൻലി, അതായത് ചേച്ചിയുടെ അച്ഛൻ, അയാളുടെ ഒരു ഫോട്ടോയോ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രോഹിയുടെ ശരീരമൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നുകയാണ്. എന്നിട്ട് വീണ്ടും മെസ്സേജ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പം, ചേച്ചി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വൈജ മേഡം എങ്ങനെയാണെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും സൂക്ഷിക്കാതിരിക്കില്ല. വൈജ മേഡത്തിൻ്റെ അലമാരി മുഴുവനും തപ്പി ഇറക്കുകയാണെങ്കിലേ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടിയിരിക്കും. പഴയ കാമുകൻ്റെ, അതായത് ചേച്ചിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഉറപ്പായും കിട്ടിയിരിക്കും എന്ന് പറയാണ്. അങ്ങനെയുള്ള വോയിസ് ആയിരിക്കട്ടെ അയച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അവൻ അറിയില്ല. രേവതിക്കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം വൈജയുടെ മകളാണ്, അതായത് സ്വന്തം അമ്മയുടെ മകളാണ് അലീന നല്ല പറഞ്ഞിരിക്കുന്നത്. അതും പഴയ കാമുകനിലുണ്ടായ കുട്ടി. എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാ പറയുന്നേ? അവനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാണ്. ആ വോയിസ് നോട്ടിനെ കുറിച്ചൊക്കെ അവൻ ശരിക്കിരുന്ന് ഡീപ്പായിട്ട് ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. ശരിക്കും എന്തായിരിക്കും അവൾ പറഞ്ഞത്? ശരിക്കും എൻ്റെ അമ്മയുടെ മകൾ തന്നെയാണോ അലീന? അലീന അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മകളല്ലേ? അപ്പോൾ അച്ഛൻ അങ്ങനെ മകളാണെന്ന് പറഞ്ഞ കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ രേവതിക്കുട്ടിയൊക്കെ സത്യം അറിയോ? അങ്ങനെ എല്ലാം ഒരു ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ രോഹിത്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. രോഹിത്തിന് മുഖം മാത്രം ഡള്ളായിരിക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് രോഹിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം വൈജയാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനായിട്ട് പോകുന്നുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞതുപോലെ ആ മുറിക്കകത്ത് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്
രോഹിത് ആണെങ്കിൽ അരിച്ച് പേർക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എവിടെ നിന്നും ഒന്നും ലഭിക്കുന്നില്ല. ഒരു ഫോട്ടോയോ ഒരു കാർഡോ ഒന്നും തന്നെ അവൻ ലഭിക്കുന്നില്ല. അവൻ പുറത്തിറങ്ങി അവൻ നിരാശയായിട്ടിരിക്കുമ്പോൾ അലിനെ ചോദിക്കുകയാണ്, അല്ല നീ എന്താ മേഡത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണുന്നില്ല, അത് അവിടെങ്ങാനോടൊന്ന് സെർച്ച് ചെയ്തതാ എന്ന് പറയുമ്പം അമ്മ ഇല്ലാത്ത സമയത്ത് കയറി സെർച്ച് എങ്ങാനും ചെയ്യുന്ന അറിഞ്ഞാലേ അമ്മ വരുമ്പോൾ നല്ല തല്ല് നിനക്കിട്ട് കിട്ടും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. രോഹിക്ക് അതിനെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിലും എങ്ങനെ തുടങ്ങണം, അത് സത്യമാണോ ഒന്നും അറിയാതെ അവൻ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. എങ്കിലും ചോദിച്ചിട്ടുള്ള ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് അലീന മുറിയിലേക്ക് കയറുമ്പം ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ കയറുന്നുണ്ട്. എന്നിട്ട് ചേച്ചി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പം എന്താടാ നീ ചോദിച്ചോ എന്ന് പറയാണ്. ചേച്ചി പറഞ്ഞല്ലോ DNA ടെസ്റ്റ് എടുത്തോ, ഞാൻ നിന്റെ സഹോദരിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനെ അച്ഛനെയും DNA ടെസ്റ്റ് എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. നിനക്കെന്താ ഇപ്പം അങ്ങനെ ഒരു സംശയം? ഞാൻ നിന്റെ ചേച്ചിയാണെന്നൊരു സംശയം ഇപ്പോഴും നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി, ഇപ്പം എനിക്ക് കൺഫേം ആയി. പക്ഷെ ചേച്ചി ശരിക്കും ആരുടെ മകളാണെന്ന് എനിക്ക് അറിയണം എന്ന് പറയുമ്പം എന്താടാ നിനക്ക് എന്താ സംശയം, നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. മുമ്പേ രേവതികുട്ടി അയച്ച ഒരു വോയിസ് നോട്ട് ഞാൻ കേട്ടു. അതിൽ നിന്നും എൻ്റെ അമ്മയാണ് ചേച്ചിയുടെ അമ്മാന്നാ അതിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. അത് സത്യമാണോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ അലിയുടെ മനസ്സിൽ ഒരു ഇടിമിന്നലേറ്റ പോലെ ആയിട്ടോ. അവൾ ചാടി എഴുന്നേക്കാണ്. അത് പിന്നെ നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനൊന്നും ഇല്ല. അല്ല, ഞാൻ ശരിക്കും കേട്ടതാ. ചേച്ചി ശരിക്ക് എൻ്റെ അമ്മയുടെ മകളാണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ശരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നേ? ചേച്ചി ശരിക്കും ആരാ? ചേച്ചി എന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് അലീന വന്നിട്ട് രോഹിത്തിനോട് അവിടെ ഇരിക്കാൻ പറയാണ്. എന്നിട്ട് അവിടെ ചാരി നിന്നുകൊണ്ട് അലീന പറയുന്നുണ്ട്, അതായത് നീ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ. ഞാൻ നിൻ്റെ അച്ഛൻ്റെ മകളല്ല, അമ്മയുടെ മകളാ. നിൻ്റെ അച്ഛൻ, അതായത് ആ പാവം അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി ആ അച്ഛനെ ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പം എന്താ ചേച്ചി ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. രോഹി 10-21 വർഷം മുമ്പുള്ള കഥയാ. നിന്റെ അമ്മ അന്ന് ആഗ്രയിലായിരുന്നു. നിന്റെ അച്ഛൻ അന്ന് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രയിൽ ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് പോയതാ നിന്റെ അമ്മ. അവിടെ വെച്ച് വല്യങ്കിളുണ്ടല്ലോ, ഗംഗാനങ്ങൾ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ ലെഫ്റ്റനന്റ് കേണലായ സ്റ്റാൻലി ജോസഫ്. അദ്ദേഹവുമായിട്ട് നിന്റെ അമ്മ, അതായത് നമ്മുടെ അമ്മ, അവർ പ്രണയത്തിലായി. അങ്ങനെ അമ്മ 7 മാസം ഗർഭിണിയായപ്പോൾ ഒന്നും പറയാതെ എങ്ങോട്ടോ മാഞ്ഞുപോയി ഈ സ്റ്റാൻലി ജോസഫ്. അങ്ങനെ വീട്ടുകാരും സഹോദരങ്ങളും ഒക്കെ അറിഞ്ഞ് ആകെപ്പാടെ പ്രശ്നമായി അമ്മേനെ തിരികെ കൊണ്ടുവന്നു. അവിടെ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞ കേക്കടാ. മരിച്ചു പോയി എന്നാ നിന്റെ മുത്തച്ഛൻ നിന്റെ അമ്മയോടും നിന്റെ അമ്മയുടെ സഹോദരങ്ങളോടും സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞത്. പക്ഷേ സംഭവം അങ്ങനെ ആയിരുന്നില്ല. നിന്റെ മുത്തച്ഛനുണ്ടല്ലോ, അമ്മയുടെ ജീവിതത്തിലേക്ക് ആ കുട്ടി ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി സ്നേഹനികേതം എന്ന ആശ്രമത്തിൽ കൊണ്ടുപോയി ആശ്രമത്തിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കായിരുന്നു. അവിടുന്ന് ആ കുഞ്ഞ് വളർന്നു. ആ കുഞ്ഞ ഈ നിൽക്കുന്ന അലീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞതൊക്കെ ശരിയായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതെ ശരിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ്റെ മോളെന്ന് പറഞ്ഞൊരു കാര്യം എന്താ? പിന്നെ അമ്മ അച്ഛനെങ്ങനെ വിവാഹം കഴിച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സംഭവങ്ങളൊന്നും പുറത്ത് അധികം ആരും അറിഞ്ഞിട്ടില്ല. കുടുംബക്കാരിലായ കുറച്ചുപേര് മാത്രം. നിന്റെ അച്ഛനാണെങ്കിലോ, അതായത് നമ്മുടെ അച്ഛനാണെങ്കിലോ വൈജാന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. കുഞ്ഞുനാൾ മുതലേ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, വൈജ വിവാഹം കഴിക്കാൻ. അതിനുവേണ്ടിയാണല്ലോ പോയി കഷ്ടപ്പെട്ടത് അത്രയും. തിരിച്ചൊന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു അബദ്ധം പറ്റി ഡിപ്രഷനിൽ അടിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ അമ്മ. അതുകൊണ്ട് അച്ഛൻ ചോദിച്ചപ്പോൾ തന്നെ വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ മനസ്സോടെയാ അമ്മ അച്ഛനെ വിവാഹം കഴിക്കുന്നത്. അത് മാത്രമല്ല, മറ്റാരും അച്ഛനോട് പറഞ്ഞിട്ടുമില്ല അമ്മയ്ക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റി ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം. ആ കുഞ്ഞ് മരിച്ചുപോയെന്നാ നിന്റെ അമ്മ ഇപ്പോഴും കരുതിയിരിക്കുന്നേ. ആ കുട്ടി ഞാനാണെന്നോ ആ കുട്ടി ജീവനുണ്ടെന്നോ പോലും നിന്റെ അമ്മയ്ക്ക് അറിയില്ലടാ എന്ന് പറയുന്നുണ്ട്. അല്ലേച്ചി, അപ്പൊ ചേച്ചിയുടെ വരുന്നതും അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അതിലൊക്കെ എന്താ കാര്യം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, എൻ്റെ മമ്മി മരിക്കാൻ നേരത്താ ആ മുത്തശ്ശനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും കൊല്ലപ്പള്ളിയിലേക്ക് ഒരു ഹോം നേഴ്സിനെ പോലെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം
അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് മുത്തശ്ശി നോക്കാൻ വേണ്ടി ഞാൻ വന്നത്. അങ്ങനെ ഇപ്പോൾ നീ മനസ്സിലാക്കിയില്ലേ രേവതിക്കുട്ടിയുടെ ഫോൺ കോളിൽ നിന്നും? അതുപോലെ തന്നെയാ അന്ന് അച്ഛനും മനസ്സിലാക്കിയേ. രേവതിക്കുട്ടി മുത്തശ്ശിയുടെ ഫോണിലേക്ക് അയച്ച വോയിസ് നോട്ടിൽ നിന്നാ അച്ഛൻ മനസ്സിലാക്കിയത് ഞാൻ വൈജയമ്മയുടെ മകളാണെന്ന്. അങ്ങനെ അത് അന്വേഷിക്കാനായിട്ട് നീലഗിരിയിലേക്ക് അങ്കിളിന്റെ അടുത്തേക്ക് അച്ഛൻ പോയി. അവിടുന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞ് തിരിച്ചു വന്നു. തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബക്കാരും എല്ലാവരും ചേർന്ന് തന്നെ ചതിക്കാണെന്ന് അറിഞ്ഞ അന്ന് ആ പാവത്തിൻ്റെ ചങ്ക് പൊട്ടിയത്. അന്ന് ആദ്യമായിട്ട് അച്ഛൻ അറ്റാക്ക് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം എന്നോട് വന്ന് ആ കാര്യങ്ങളെല്ലാം ചോദിച്ചു. സത്യങ്ങളെല്ലാം അറിഞ്ഞ അച്ഛന് മുമ്പിൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. മനുവേട്ടൻ വന്നപ്പോൾ മനുവേട്ടന് പറഞ്ഞു. പിന്നെ അന്ന് തന്നെ എല്ലാവരും കൂടി ഇവിടുന്ന് പിടിച്ചിറക്കി വിട്ടില്ലേ. റിസോർട്ടിലേക്ക് പോയപ്പോൾ ഈ സത്യങ്ങളെല്ലാം കൃഷ്ണമോളോടും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഗംഗനങ്ങളിലും ശിവനങ്ങളിലും അതുപോലെ രാജീവനങ്ങളിലും അതുപോലെ മുത്തശ്ശിക്കും അതുപോലെ മനുവേട്ടനും അച്ഛനും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാം. പക്ഷേ അറിയേണ്ട ഒരാള് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല രോഹിത്തെ എന്ന് പറയാണ്. ചേച്ചി, ഇത്രയും വലിയ സത്യം എന്തിനാ ചേച്ചി മൂടി വെച്ചേക്കുന്നേ? അമ്മയ്ക്ക് ചേച്ചിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഈ കാര്യം പറഞ്ഞ അമ്മ ചേച്ചിനെ പൊന്നുപോലെ സ്നേഹിക്കില്ലേ? അതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ മകളാണെന്നാണല്ലോ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇവിടെ തന്നെ വേണം അച്ഛന്. അച്ഛൻ എന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ അച്ഛന് മുമ്പിൽ ഞാനൊരു കരുവാ. അമ്മേനെ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാനുള്ളൊരു കരു മാത്രമാണ് ഞാൻ. അമ്മയ്ക്കാണെങ്കിലോ എപ്പോഴും എൻ്റെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെയല്ലേ. അമ്മയുടെ അഹങ്കാരവും ഹെഡ് വെയ്റ്റും ഒന്നും മാറുന്നില്ല. അച്ഛനോട് തുള്ളുപോലെ സ്നേഹിക്കോ ബഹുമാനിക്കോ ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാം കാരണം അമ്മയല്ലേ. അമ്മ സ്നേഹത്തോടെ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുന്നെങ്കിൽ എന്നേ അച്ഛൻ ഇതെല്ലാം ക്ഷമിച്ചേനെ. പക്ഷെ ഒന്നും പറയാതെ 23 വർഷക്കാലം അച്ഛനെല്ലാവരും കൂടി വിഡ്ഢിയാക്കിയില്ലേ. അതിന് ദേഷ്യ അച്ഛന്. ആ ദേഷ്യം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും കബളിപ്പിക്കാനാ അച്ഛൻ എൻ്റെ മകളാണെന്ന് എല്ലാവരോടും പറഞ്ഞത്. ശരിക്കും ഞാൻ നിന്റെ അമ്മയുടെ മകളാ. നിന്റെ അമ്മ പ്രസവിച്ച നിന്റെ കൂടപ്പിറപ്പ്. നിനക്ക് മുന്നേ ആ വയറ്റിലുണ്ടായിരുന്നത് ഞാനാടാ എന്ന് പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ എന്താ ഞാൻ ഇവിടുന്ന് വിട്ട് പോകാത്തതിൻ്റെ കാരണമെന്ന്? അച്ഛൻ അമ്മയുടെ ദേഷ്യം കളയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കുറേ തവണ ചോദിച്ചില്ലേ ഞാൻ അച്ഛൻ്റെ മകളാണെങ്കിലും അമ്മേനെ എന്തുകൊണ്ട് അകറ്റി നിർത്തിയേക്കുന്നേ? അമ്മയുടെ എന്തിനാ ഇത്ര അകൽച്ച എന്നൊക്കെ ചോദിച്ചില്ലേ? ഇപ്പം മനസ്സിലായോ അതിൻ്റെ കാരണം എന്താണെന്ന്? അമ്മ അച്ഛനെ ചതിച്ചുള്ള മനോവിഷമോ ഇത്രയും കാലം. എന്നിട്ട് അച്ഛനെ ഭരിച്ച് അഹങ്കരിച്ച് നടക്കല്ലായിരുന്നോ? അതിന് ദേഷ്യ. ഇപ്പോഴും ആ അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലോ. അച്ഛൻ്റെ മകളാണെന്നെങ്കിലും പറയുമ്പോൾ അമ്മ സ്വന്തം തെറ്റുതീർത്തുന്ന അച്ഛൻ കരുതിയത്. എന്നിട്ട് പോലും അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ തൻ്റെ ഭാഗത്തുള്ള തെറ്റ് ഒരു പ്രാവശ്യം പോലും അമ്മ പറഞ്ഞില്ല. അതിൻ്റെയൊക്കെ ദേഷ്യ അച്ഛന് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എങ്ങനെയൊക്കെ പെരുമാറുന്നത്. അമ്മയോട് ഒരിക്കലും ഇനി അച്ഛന് അടുക്കാനാവില്ലെന്നാ അച്ഛൻ പറയുന്നേ. ഇതുപോലെ കുടുംബക്കാരെല്ലാം കൂടി ചതിച്ചില്ലേ, അതിന് ദേഷ്യ അച്ഛന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സത്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ശരിക്കും അച്ഛനല്ല അമ്മയെ ചതിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ആ അച്ഛൻ പാവമാ. അച്ഛൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി ആ പാവത്തിനെ ചതിക്കായിരുന്നു. അതറിഞ്ഞുകൊണ്ടുള്ള മനോവിഷമാണ് ഇപ്പോഴും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഇത് അറിഞ്ഞായിട്ടൊന്നും ഭാവിക്കരുത്. ദയവ് ചെയ്ത് അമ്മയോട് ഒരിക്കലും പറയുകയും ചെയ്യരുത്. നിന്റെ അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അച്ഛന് ആത്മാഭിമാനമാണ് വലുതെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ആ അമ്മയാണെങ്കിലോ എന്തെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കതുകൊണ്ട് പേടിയാടാ. ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം അമ്മ അറിയണ്ടെന്നാണ് കരുതിയത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മേനെ സ്വീകരിക്കണം, എന്നെ കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഗ്രഹിച്ച ആളല്ലാതെ ബാക്കി എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു. ആഗ്രഹിച്ച ആൾ മാത്രം സത്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി തട്ടിക്കൊണ്ടുപോയാൽ അന്നെന്താ സംഭവിച്ചത്? അന്നോട്ടാണല്ലോ അങ്കിൾമാരൊക്കെ ചേച്ചിയോട് ഭയങ്കര സ്നേഹം കാണിച്ചു തുടങ്ങിയത്. അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയ ദിവസം ഒരു ഗോഡൗണിൽ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് വല്യങ്കിളാ വന്നിട്ട് ഇവരോടൊക്കെ സത്യങ്ങൾ പറഞ്ഞത്. ഞാൻ അവരുടെ സഹോദരന്റെ മകളാണെന്ന്. പിന്നെ അവർക്കെന്നെ ഉപദ്രവിക്കാനാവില്ലല്ലോ, അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. എന്നോടെല്ലാവരും സോറിയും പറഞ്ഞു. ഇപ്പോൾ അവർക്കൊക്കെ എന്നോട് വലിയ കുഴപ്പമില്ലാത്ത സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ ആൻ്റിയുടെ സ്വഭാവമാണല്ലോ ആങ്ങളമാർക്കും, അതിൻ്റെ ചെറിയൊരിതൊക്കെ ഉണ്ട്.
പക്ഷെ വലിയങ്ങൾ അങ്ങനെയില്ല കേട്ടോ, എന്നോട് ഭയങ്കര കാര്യമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും അതുകൊണ്ടാ അങ്കിൾമാരൊന്നും ഒരു തടസ്സവും പറയാത്തത്. പക്ഷേ വൈജ മേഡത്തിന് മാത്രം അറിയില്ലല്ലോ ഞാൻ സ്വന്തം മകളാണ്, വൈജ മേഡം പ്രസവിച്ച മോളാണെന്ന്. അതുകൊണ്ടാ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. രേവതിക്കുട്ടിക്കും ഗ്രേസമ്മേൻ്റെക്കും അതുപോലെ മാമച്ചനും എല്ലാം സത്യങ്ങൾ അറിയാം. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പറയേണ്ട സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആരുമല്ലാഞ്ഞിട്ടും സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതത്തിലുണ്ടായ കുട്ടിയായിട്ട് പോലും എന്നെ സ്വന്തം മോളെ പോലെയാ ഈ പാവച്ച നോക്കുന്നേ. അതുകൊണ്ടാ ഇവിടുന്ന് വിട്ടു പോരാനും എനിക്ക് മനസ്സ് വരാത്തത്. ഞാനിവിടുന്ന് പോവാന്ന് പറഞ്ഞാൽ പോലും ആ അച്ഛൻ സമ്മതിക്കാറില്ല. അതുകൊണ്ടാ ഞാനിവിടെ കടിച്ചോങ്ങി കിടക്കേണ്ടി വരുന്നത് എന്ന് പറയാണ്. ചേച്ചി ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ചേച്ചി ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. ചേച്ചി ഇപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായല്ലോ എന്ന് പറയാണ്. അതുകൊണ്ട് ചേച്ചിനെ എങ്ങോട്ടും പോകണ്ട. നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാനൊരു കാര്യം കൊണ്ട് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹനികേയത്തിൽ അന്ന് മുത്തശ്ശൻ കൊണ്ടുവന്നപ്പോൾ സൈൻ ചെയ്ത് അവളെ ഏൽപ്പിച്ചതും ബാക്കി തുടർന്നുള്ള ഡീറ്റെയിൽസും എല്ലാം തന്നെ കാണിക്കാണ്. ദേ ഇത് കണ്ടോ, ഇനിയെങ്കിലും വിശ്വാസമായോ? ചേച്ചി ഇതൊന്നും കാണിക്കണ്ട, എനിക്ക് വിശ്വാസമായി ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം. എല്ലാം കൂടി ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിയാ പറഞ്ഞതെല്ലാം. അച്ഛനിപ്പോൾ അമ്മയോട് കാണിക്കുന്ന ദേഷ്യവും അങ്കിൾമാർക്കുണ്ടായ മാറ്റവും എല്ലാവരുടെ സ്നേഹവും എല്ലാം കാണുമ്പോഴേ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിനക്ക് ആ ഒരു കുറ്റബോധമൊക്കെ മാറിയില്ലേ? ഞാനും അച്ഛനും തമ്മിൽ എന്തോ ബന്ധമാണെന്നൊക്കെ ആയിരുന്നല്ലോ നിന്റെ മനസ്സിൽ. ഇല്ലേ ചേച്ചി, അതൊക്കെ മാറിയിരുന്നു. ഇപ്പം എനിക്ക് ചേച്ചിയോട് ഒറ്റ കുറ്റബോധമേ ഉള്ളൂ. സ്വന്തം ചേച്ചിയാണെന്നറിയാതെയാണല്ലോ ഞാൻ ചേച്ചിയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന നോക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമില്ലേ രോഹിത്തെ, അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. നീ നിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലിനയോട് കെട്ടിപ്പിടിച്ച് രോഹി മാപ്പ് പറയുന്നുണ്ട്. എന്നാൽ ശരി ചേച്ചി, ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. അങ്ങനെ രോഹി ആ മുറിയിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങിപ്പോണത് വൈജ കാണുകയാണ്. ഇത് കാണുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടേ. വൈജ ഡോറടച്ചിട്ട് അകത്തിരുന്ന് ആലോചിക്കാണ്. എൻ്റെ മകനെയും എൻ്റെ ഭർത്താവിനെയും എല്ലാവരെയും അവളെ കൈവശം കൊടുത്ത് മയക്കിയിരിക്കുക. കണ്ടില്ലേ എൻ്റെ മോനെ പോലും അവളെ വിളിച്ചു കയറ്റിയിരിക്കുന്നത്. നാണം കെട്ടവൾ. അവളെന്തായാലും ആ ബാലൻ്റെ മകളൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഇതുപോലെ വലിയ വീട്ടിലെ ആണുങ്ങളെ മയക്കിയെടുക്കാൻ വേണ്ടി വന്നവളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മുറുമുറുത്തുകൊണ്ട് ആ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിക്കാണെങ്കിലോ ഭയങ്കരമായിട്ട് സങ്കടവും വിഷമവും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം കൂടെ കലർന്നൊരു മാനസികാവസ്ഥയാണ്. സ്വന്തം അമ്മ ചതിക്കായിരുന്നല്ലോ, അച്ഛനെ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചല്ലോ, സ്വന്തം കൂടപ്പിറപ്പിനെ താൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചല്ലോ, എല്ലാം കൂടെ ഓർത്തിട്ട് ആകെപ്പാടെ തലവേർത്ത് നടക്കാം കേട്ടോ നമ്മുടെ രോഹിത്ത്.